പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും FA കപ്പ് ജേതാക്കളും ഏറ്റുമുട്ടുന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് വലിയൊരു സംഭവമാണെന്നുള്ള വിലയിരുത്തൽ പൊതുവേ ഇല്ല. ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു പ്രതീതിയാണ് പൊതുവെ കമ്മ്യൂണിറ്റി ഷീൽഡിനുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു സിൽവർ വെയർ എന്നുള്ള രീതിയിൽ, അതായത് സീസണിലെ ആദ്യത്തെ ഒരു സിൽവർ വെയർ എന്നുള്ള രീതിയിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വലിയ മത്സരങ്ങളൊക്കെ കാത്തിരിക്കെ ഒരു കിരീടത്തോടെ തുടങ്ങാൻ സാധിക്കുക എന്നത് ഏതൊരു ടീമിനും വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകമാണ്. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 സീസണിലും സിറ്റിയെ അലട്ടിയ ആ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിലെ തോൽവി ഇത്തവണ അവർ മറികടന്നിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു കളി നമ്മൾ പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ബാക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പോരാട്ട വീര്യം യുണൈറ്റഡിന് പ്രകടമാക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും മാഞ്ചസ്റ്റർ സിറ്റി പ്രമുഖ താരങ്ങളെയൊന്നും ഇറക്കാതെയാണ് കളത്തിലിറങ്ങിയത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ഹാലൻഡിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പല പ്രമുഖ താരങ്ങളെയും അവർ ബെഞ്ചിലായിരുന്നു ഇരുത്തിയിരുന്നത്. കെവിൻ ഡിബ്രൂയിനെയും ബെർണാഡോ സിൽവയും സ്റ്റാർട്ടിംഗ് 11 കളിച്ചില്ല. സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമാണ് ഇരു താരങ്ങളും ഇറങ്ങിയത്. പിന്നെ റോഡ്രിയും കൈൽ വാക്കറും ഫിൽ ഫോഡനും ജാക്ക് ഗ്രീലിഷും ഒന്നും ടീമിലുണ്ടായിരുന്നില്ല. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുവിധം മികച്ച ടീമിൽ തന്നെ, കിട്ടാവുന്ന മികച്ച ടീമിനെ, കാരണം പരിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് പല താരങ്ങളും അവൈലബിൾ ആയിരുന്നില്ല, പക്ഷേ കിട്ടാവുന്ന ഏറ്റവും മികച്ച ടീമിനെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറക്കിയിരുന്നു. യുണൈറ്റഡിൻ്റെ ഒരു പ്രകടനത്തേക്ക് വരികയാണെങ്കിൽ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ അത്യാവശ്യം മികച്ച രീതിയിലുള്ളൊരു പോരാട്ട വീരം അവർ പ്രകടമാക്കിയിരുന്നു. പക്ഷേ കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ യുണൈറ്റഡിന് സാധിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി നിലനിൽക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ഗോൾ നേടാൻ സാധിച്ചു, പക്ഷേ അത് ഓഫ്സൈഡായി മാറി. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാർക്കസ് റാഷ്ഫോർഡ് കളഞ്ഞു കുളിച്ച 2 തുറന്ന അവസരങ്ങളാണ്. വളരെ മികച്ച രീതിയിലുള്ള 2 ഓപ്പൺ ചാൻസസുകളാണ് മാർക്കസ് റാഷ്ഫോർഡ് വളരെ അത്ഭുതകരമായ രീതിയിൽ കളഞ്ഞു കുളിച്ചത്. പിന്നീട് മാക്ടോമിനിക്കും ഒരു ചാൻസ് ലഭിച്ചിരുന്നു, അതും ഗോളാക്കാൻ സാധിച്ചില്ല. പൊതുവെ യുണൈറ്റഡിൻ്റെ ഒരു കളി നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണ്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പല മേഖലകളും യുണൈറ്റഡിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിന്നിരുന്നു. ഡിഫൻസ് ശോകം തന്നെയായിരുന്നു. മഗ്വയറും ഇവാൻസും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുകൂടാതെ ലിസാൻഡ്രോ മാർട്ടിൻസ് ആണെങ്കിൽ ഒരു എക്സോസ്റ്റഡ് ആയ ഒരു ഫീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചില മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇവാൻസും ലിസാൻഡ്രോ മാർട്ടിൻസും തമ്മിലൊരു മിസ്റ്റേക്കാണ് ശരിക്കും മെക്കാറ്റിയെ ഗോളിൻ്റെ വക്കിൽ വരെ എത്തിച്ചത്. ഭാഗ്യം കൊണ്ടാണ് അത് ഗോളാകാതെ പോയത്. പൊതുവേ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിലും ക്രിയേറ്റിവിറ്റി ഒക്കെ കുറവായിരുന്നു. യുണൈറ്റഡ് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഒരു ഔട്ട്കം എന്ന് പറയാൻ പറ്റുന്നത് യുണൈറ്റഡിനൊരു പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം കോച്ച് തന്നെ ടെൻഹാഗ് തന്നെ ആ കാര്യം പറഞ്ഞിരുന്നു. ടെൻഹാഗ് പറഞ്ഞു, മത്സരം പരാജയപ്പെട്ടെങ്കിൽ പോലും മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ള ഒരു ചാമ്പ്യൻ ടീമിനെതിരെ അതേ രീതിയിൽ അതേ നാണയത്തിൽ ഞങ്ങൾക്ക് പൊരുതാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ടെൻഹാഗ് പറഞ്ഞത്. സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിറ്റിയുടെ യുവതാരങ്ങൾ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിൽ ആയിരുന്നു അവരുടെ ഒരു മാജിക്ക്. 3 യുവതാരങ്ങൾ, റിക്കോ ലൂയിസും ഒറേലിയും പിന്നെ ഓസ്കർ ബോബായിരുന്നു ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറയാൻ പറ്റുന്ന ഒരു താരം. അത്ര മികച്ച പെർഫോമൻസാണ് ഓസ്കർ ബോബ് കാഴ്ചവെച്ചത്. ഈ സീസണിൽ സിറ്റിക്ക് ഒരു മുതൽക്കൂട്ടാകാൻ പോകുന്ന ഒരു താരമായിരിക്കും ഓസ്കർ ബോബ്. റൈറ്റ് വിങ്ങിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 1-2 നല്ല ചാൻസസ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒടുവിൽ 89-ാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈക്വലൈസർ നേടിയപ്പോൾ ബെർണാഡോ സിൽവയുടെ ആ ഹെഡറിന് ഒരു വഴിയൊരുക്കിയത് ബോബായിരുന്നു. ബോബിൻ്റെ നല്ലൊരു വോളിയായിരുന്നു ബോക്സിലേക്കുള്ള, അത് യൂട്ടിലൈസ് ചെയ്ത് ഹെഡ് ചെയ്താണ് ആ ഈക്വലൈസർ ബെർണാഡോ സിൽവ നേടിയത്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പറയുകയാണെങ്കിൽ ഗർനാച്ചോ വന്നതിന് ശേഷം മാറ്റമുണ്ടായി. സെക്കൻഡ് ഹാഫിൽ മികച്ച നീക്കങ്ങളൊക്കെ പിന്നെ കണ്ടു. ആ നിർഭാഗ്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നെങ്കിൽ പോലും അവസാനം സെക്കൻഡ് ഹാഫിൽ ഗർനാച്ചോ വന്നതോടുകൂടി നീക്കങ്ങളുണ്ടായി. നല്ലൊരു സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മികച്ച രീതിയിലുള്ളൊരു അസിസ്റ്റ് കൊടുത്തിട്ട് പോലും അത് ഗോളാക്കാൻ മാർക്കസ് റാഷ്ഫോർഡിന് സാധിച്ചില്ല. പിന്നീട് ഗർനാച്ചോ തന്നെ 82-ാം മിനിറ്റിൽ ആ ഒരു ഗോളും മികച്ചൊരു ഗോളായിരുന്നു. കാരണം വളരെ മികച്ചൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പ്രകടമാക്കുന്ന ഒരു ഗോളായിരുന്നു. 3 സിറ്റി ഡിഫൻസീവ് താരങ്ങളെ മറികടന്നുകൊണ്ട് അദ്ദേഹം നേടിയ ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോള് അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ഗർനാച്ചോ എന്നുള്ള ആ ഒരു യുവ പ്രതിഭയുടെ കഴിവ് എന്താണെന്ന് വിളിച്ചോതുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. എന്തായാലും ഈ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡിലെ പ്രകടനം വെച്ചുകൊണ്ട് നമുക്കൊന്നും വിലയിരുത്താൻ സാധിക്കില്ല. കാരണം പ്രീമിയർ ലീഗ് വരുമ്പോൾ ഗെയിമൊക്കെ കംപ്ലീറ്റ് മാറും. വളരെ മികച്ച ഒരു സീസൺ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നമുക്ക് ആ പോരാട്ടങ്ങൾക്കായിട്ട് കാത്തിരിക്കാം.